ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. ഇതൊരു പെരുമ്പാവൂരിൽ നിന്ന് വന്ന പാഴ്സലാണ്. ഒരു DVD പ്ലെയറാണ്. നമുക്കതൊന്ന് ഒരു കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. സോണിയുടെ DVD പ്ലെയറാണ്, സോണി. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കുന്നതിന് മുമ്പ് ഒന്ന് അഴിച്ചു നോക്കാം. എപ്പോഴും ഞാൻ സ്ക്രൂ ഒന്നുമില്ല, ഒറ്റ സ്ക്രൂ ഉള്ളൂ. ബോർഡിൻ്റെ സ്ക്രൂ ഇല്ല, നടുക്കൊറ്റ സ്ക്രൂ ഉള്ളൂ. ഇങ്ങനെയുള്ള സെറ്റ് ഒന്നും അയച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. പണിയാത്ത സെറ്റുകൾ എനിക്ക് അയച്ചതാ, ഞാൻ റെഡിയാക്കി തരാം. ഇതിനകത്താണ്ട് അതിൻ്റെ ഒറിജിനൽ പവർ സപ്ലൈ ബോർഡ് അടിച്ചുകൊണ്ട് പോയി. പോയിട്ട് ലോക്കൽ പവർ സപ്ലൈ ബോർഡ്, ഇതെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് സകല കടയിലും കിട്ടുന്ന ഒരു പവർ സപ്ലൈ ബോർഡാണ്. ഇത് ഐബെല്ല്, ഇംബെക്സ് അങ്ങനെയുള്ള ലോക്കൽ ചൈന സെറ്റുകൾക്ക് വെക്കുന്ന പവർ സപ്ലൈ ബോർഡാണ്. ഈ പവർ സപ്ലൈ ബോർഡ് വെച്ചാൽ അതിനകത്ത് തന്നെ ഇതിൻ്റെ മദർ ബോർഡ് പോകും. കാരണം ഇതിൻ്റെ ഒറിജിനൽ ബോർഡ് ഞാൻ കാണിക്കാം. ഒറിജിനൽ ബോർഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് സർവീസ് ചെയ്യാവുന്ന ഒരു ബോർഡേ ഉള്ളൂ ഈ സോണിയിൽ. ഇത് കണ്ടോ, ഇത് സോണിയുടെ ബോർഡാണ്. ഇത്ര കോംപ്ലിക്കേഷൻ പോലും ഇല്ല ഇത് നന്നാക്കാൻ. ഇതിനാകപ്പാടെ ഒരു IC ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ IC മാത്രം മാറിയാൽ മതി. ഈ IC നേരത്തെ ഞാൻ മാറി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. TNY 176 എന്ന് പറഞ്ഞ ഈ ബോർഡ് നമുക്കൊന്ന് കുത്തി നോക്കാം. ആദ്യം ഇത് ഓണാകാൻ വഴിയില്ല. ഇത് മദർ ബോർഡ് പോയി കാണും, ഉറപ്പായിട്ടും പോവും. എത്ര നാൾ വർക്ക് ചെയ്യുന്നുള്ളത് കസ്റ്റമറുടെ ഭാവി ഇതുപോലെ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ പണിയരുതെന്ന്. ഇത് കൂട്ട് എന്നാ ഇതിനൊക്കെ പറയുന്ന ഭാഷ. എവിടെ ഇത് ഡെഡാ, ഇത് ഓണാകത്തൊന്നുമില്ല, ഇത് കളഞ്ഞു. അതായത് ഒരാൾ കാലയിൽ ഒരു ചെറിയ മുറിവായിട്ട് ചെല്ലുന്നു, കാലയിൽ ഒരു ചെറിയ മുറിവ്, അല്ലെങ്കിൽ കാലിൽ നിന്ന് മടിഞ്ഞു. അപ്പം മടിഞ്ഞു ചെല്ലുന്ന ആളോട് പറയുന്നു, ഇനി നിങ്ങളുടെ ഈ കാലം ഒരിക്കലും ശരിയാകത്തില്ല, നിങ്ങളുടെ 2 കാലും ഞാൻ വെട്ടിക്കളഞ്ഞ് 2 വെപ്പുകാല് തന്നു വിടാം. അല്ലെങ്കിൽ വേറെ അയലോക്കത്തുള്ള തോമാച്ചൻ്റെ കാല് മുറിച്ച് നിങ്ങൾക്ക് വെച്ച് തരാം, അല്ല മാത്തച്ഛൻ്റെ കാല് മുറിച്ച് വെച്ച് തരാം. എങ്ങനെ ഇരിക്കും? രോഷം കൊള്ളുന്നെന്ന് തോന്നല്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും രോഷം കൊണ്ടുപോവുക. കാരണം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട അയാളുടെ ആഗ്രഹത്തിൽ അയാൾ സോണിയിൽ ഒരു DVD പ്ലെയർ നല്ല വില കൊടുത്ത് മേടിച്ച ഒരു DVD പ്ലെയറിന് ഒരു പവർ സപ്ലൈക്ക് കംപ്ലൈൻറ്റ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നന്നാക്കാവുന്ന, ഏത് പവർ സപ്ലൈ നന്നായാലും ഈ DVD പവർ സപ്ലൈ നന്നാക്കാവുന്ന ഒരു പവർ സപ്ലൈ എടുത്ത് പൊക്കം വിട്ടിട്ട് 100 രൂപയ്ക്ക് കിട്ടുന്ന ലോക്കൽ ചൈനീസ് DVD പ്ലെയറെ പോലും വരാത്ത കൂട്ട് ലോക്കൽ പവർ സപ്ലൈ കയറ്റി വെച്ച് ഇതിൻ്റെ മദർ ബോർഡും കളഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും കളഞ്ഞ് നശിപ്പിച്ച് കളയുന്നത് ആര് ചെയ്താലും, ഏത് മെക്കാനിക്ക് ചെയ്താലും അവൻ അനുഭവിച്ചിട്ടേ കൂടും. കാരണം മറ്റുള്ളവൻ്റെ പണം നമ്മുടെ പണമാണ്. ഇങ്ങനെ നശിപ്പിക്കല്. എനിക്കത്ര പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഒറിജിനൽ ബോർഡ് വേണമെങ്കിൽ ഒന്ന് കുത്തി നോക്കിയേക്കാം എൻ്റെ ഒരു സമാധാനത്തിന്. ഞാൻ ഈ സെറ്റ് ഒന്നും നന്നാക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്ക് ഇത് കൂട്ട് പണി കാണിക്കുന്ന ഏച്ചുവെപ്പ് പരിപാടിയെ എനിക്കിഷ്ടമല്ല. ഇപ്പോൾ ഞാൻ കറണ്ട് കുത്തി വെച്ചിരിക്കുക. ഇത് ഒറിജിനൽ പവർ സപ്ലൈ ഞാനൊന്ന് കുത്തി നോക്കുക. ഇത് വർക്ക് ചെയ്യുന്ന പവർ സപ്ലൈ. മദർ ബോർഡ് പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് വർക്കാവും. മദർ ബോർഡ് പോകും എന്നുള്ളത് 100% ഗ്യാരണ്ടി. മദർ ബോർഡ് പോകുമല്ലോ. ഈ പവർ സപ്ലൈ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ പവർ സപ്ലൈ എടുത്ത് പൊക്കം വിട്ടിട്ട് ഈ ചെയ്ത മെക്കാനിക്ക് ആരും ആയിക്കോട്ടെ, A to Z ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മെക്കാനിക്കുകളെ ആൾക്കാർ വില വെക്കാത്ത. ഞാൻ ഈ സെറ്റ് ഉപേക്ഷിക്കുക. എൻ്റെ ഈ മദർ ബോർഡും മാറി, ഈ ഫ്രണ്ട് പാനലും പോയതായിരിക്കും ചിലപ്പോൾ. മാറി ഞാനിത് നന്നാക്കി എടുത്തിട്ട് എന്നാ കാണിക്കാനാ. ഇപ്പം തൽക്കാലം പണി ഇവിടെ നിർത്തുക. കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ട് പുതിയ DVD കഷ്ടമുണ്ട്. ഒറ്റ സ്ക്രൂ ഇല്ല. 1 2 3 4 5 6 സ്ക്രൂ ഇല്ല. 6 സ്ക്രൂ ഇല്ല. ഈ സ്ക്രൂ ഊരി കൊടുത്താൽ പൈസ അതിനകത്ത് കയറ്റി വെച്ചേക്കാം. ആ അഡ്രസ്സിൽ തന്നെ തിരിച്ചയച്ചേരെ. ചുമ്മാ മെനക്കെട്ടണ്ട. ചുമ്മാ പാവം മനുഷ്യർ ഓരോ സാധനം മേടിക്കും, അതെല്ലാം കുത്തിപ്പറിക്കും, എന്നിട്ട് മെക്കാനിക്കാന്ന് പറഞ്ഞ് നടക്കുക. ഇനി ഞാൻ ഇച്ചിരി ചൂടായി പോയി, സോറി കേട്ടോ. ഞാനത്
എനിക്ക് ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കൺട്രോൾ വിട്ടുപോകും. അത് എൻ്റെ ഒരു ചെറുപ്പം തൊട്ടുള്ള ഒരു സ്വഭാവമാണ്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ഇത്രയും വർഷത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എൻ്റെ സുഹൃത്തെ. ആരോടും ഞാൻ ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ട്. ഇനി അഥവാ ഇപ്പം നശിച്ചു മുഴുവൻ വലിച്ചു പറിച്ചു കൊണ്ടിരുന്ന ഒരു സാധനമാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എന്നാലും ഒറിജിനൽ സാധനങ്ങൾ മാക്സിമം ഉപയോഗിച്ച് പുതിയ ടെക്നോളജിയിലേക്ക് മാറ്റി കൊടുക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ കാണിക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രയാസം കൊണ്ട് പറഞ്ഞാൽ സോറി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തെങ്കിൽ സോറി. പിന്നെ ഇങ്ങനെയുള്ള സെറ്റുകൾ കഴിവതും അയക്കാതിരിക്കുക. പണിത് കുളം തോണ്ടിയ സെറ്റുകൾ ഇങ്ങോട്ട് അയക്കണ്ട. എനിക്ക് ഒന്നാമത് നേരമില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഇത്രയും സമയം പോയി. പണിയാതെ തന്നെ കേടായിട്ടിരിക്കുന്ന ഒരു ടെക്നീഷ്യനെ കിട്ടാതെ ഇരിക്കുന്ന സെറ്റുകളുണ്ട്, ഏത് വേണേലും കൊണ്ടുപോകാൻ. ഒരാൾ തൊട്ടതായിരിക്കല്ലോ, ഞാൻ റെഡിയാക്കി തരാം. കുളം തോണ്ടി കൊണ്ടിരുന്ന സാധനങ്ങൾ നന്നാക്കാൻ എനിക്ക് സമയമില്ല. അത് നന്നാക്കാൻ എനിക്കറിയാം, പക്ഷേ എനിക്ക് ആ ടൈമില്ല. ഞാൻ അഹങ്കാരം പറയുമല്ല, അതുകൊണ്ടാണ് എനിക്ക് വേറെ ഞാൻ തന്നെ ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പം അയക്കുന്നവർ തന്നെ കേടായിട്ട് ടെക്നീഷ്യന്മാരില്ല, ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ കൊടുത്ത് ഇതുപോലെയൊക്കെ ആക്കിയിട്ട് തന്നാൽ ഞാൻ നിസ്സഹായനാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്നിവിടെ നിർത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.